കഴിക്ക്. ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ എടുത്ത് കഴിക്ക്. ഇന്ദ്രൻ എവിടെ? ഇന്ദ്രൻ വക്കീലുമായിട്ട് സംസാരിച്ച് നിൽക്കുമായിരിക്കും. അയ്യോ, വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. ഇനിയെല്ലാം ഊണ് കഴിച്ചിട്ടാവാം. വാ, എല്ലാരും ഉണ്ടാവും. വരൂ വക്കീലേ, വാ. ആഹാ, ഭക്ഷണം കഴിച്ചു തുടങ്ങിയോ? ബാലുവിന് വിശക്കുന്നു പറഞ്ഞു. വക്കീൽ വരെ ലേറ്റ് ആവുമല്ലോ. അത്രയും നേരം വിശന്നിരിക്കണ്ടല്ലോ. ഇരിക്കി വെക്കില്ലേ? എന്നായിരുന്നേക്കാം. എന്താ മോനെ വേണ്ടേ? ചിക്കൻ തരട്ടെ? ആ, ആഹാ, വക്കീൽ വന്നായിരുന്നോ? ഞാൻ കഴിക്കായിരുന്നു. ആയിക്കോട്ടെ. ഇന്ദ്ര, എന്താ വേണ്ടെന്ന് വെച്ചാ വിളമ്പി കൊടുക്ക്. ഓ കൊടുത്തിട്ടുണ്ട് മോനെ. ശരിക്ക് കഴിക്കണം കേട്ടോ. ബാലുവിന് സുഖമാണോ? കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ ബാലു ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. എന്തു പറയാനാ എന്റെ വക്കീലെ, എന്ത് കഴിച്ചിട്ടെന്താ ശരീരത്തെ പിടിക്കണ്ടേ? ആ, അതെ അതെ. വക്കീലെ, ഇത് മുഴുവൻ ഇവന് വേണ്ടി ഉണ്ടാക്കിയതാ. എല്ലാ തവണയും വക്കീൽ വരുമ്പോ കാണുന്നതല്ലേ. ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ ദിവസവും. ബാലു, നീ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ കഴിക്കണേ. ഞാൻ പാല് കുടിക്കാറുണ്ടല്ലോ, പൊടി ചേർത്തിട്ട്. പാലില് പൊടിയോ? നശിപ്പിച്ച്. പാലിൽ എന്ത് പൊടിയാ ചേർക്കുന്നത്? പ്രോട്ടീൻ പൗഡർ. ഓ, അത് മാത്രമല്ല, ബദാമും പിസ്തയും അണ്ടിപ്പരിപ്പും എല്ലാം പൊടി ചേർത്ത് കൊടുക്കും. എന്തെങ്കിലും പോഷകാഹാരം ഉള്ളിൽ ചെല്ലണമല്ലോ, അതുകൊണ്ടാ കൊടുക്കുന്നത്. അതേതായാലും നന്നായി. ബാലു, പൊടി ചേർന്ന പാല് മാത്രം കുടിച്ചാ പോരാ, നല്ലോണം ആഹാരം ദിവസവും കഴിക്കണം. എങ്കിലേ ആരോഗ്യം മെച്ചപ്പെടും. കഴിക്കുമോനെ, കഴിക്കടാ കഴിക്കടാ. കഴിക്കടാ. അല്ല, കമലയെ കണ്ടില്ലല്ലോ. കമലാന്റി നേരത്തെ കഴിച്ചു, മയക്കത്തിലാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഓണം കെട്ടിട്ട് മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോവാ. എന്ത് പറ്റുന്നതല്ലോ കുഞ്ഞ്? ഒരുമാതിരിയുള്ള ചോദ്യം ചോദിക്കരുത്. എന്താ കാര്യം തനിക്ക് അറിഞ്ഞോടോ? പാറുക്കുഞ്ഞിന്റെ അതന്നെ, അവളുടെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സ. അതിന്റെ രംഗങ്ങൾക്ക് ഇപ്പൊ മൊബൈലിലൂടെ പറന്ന് കളിക്കോ? അത് കാണാത്തവരായിട്ട് ഈ കരുനിലിക്കാവില്ല ഇനി ആരും ഉണ്ടാവില്ല. കണ്ടവരൊക്കെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുക. അപ്പൊ പിന്നെ നാണം കെട്ടെ തൊലി പൊളിയില്ലേ? പഠനത്തിന്റെ അന്തസ്സാണ് അച്ഛന്റെ പൊന്നുമോൾ കളഞ്ഞു കുളിച്ചത്. അച്ഛാ, എന്താ? നാളെ ഗിരിയേട്ടൻ സൊസൈറ്റിന്ന് ലേലച്ചിട്ടി പിടിക്കാൻ പോവാണ്. അതിന് ഞാനും ഗിരിയേട്ടനൊപ്പം ചെല്ലണമെന്നാ ഗിരിയേട്ടൻ പറയുന്നത്. നീ എന്തിനാ കൂടെ പോണ്? ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഗിരിയേട്ടൻ അതൊരു സഹായമാവും. ഗിരിയേട്ടന്റെ വലിയ പ്രതീക്ഷയാ ചിട്ടി. അച്ഛാ, ഞാനും കൂടെ പൊക്കോട്ടെ? വയ്ക്കോ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അച്ഛനത് എന്ത് ഭാവിച്ച? ഇത്രയും നാണം കെട്ടിട്ട് മതിയായില്ലേ? വീണ്ടും അച്ഛൻ അവർക്ക് രണ്ടുപേർക്കും വളം വെച്ച് കൊടുക്കാൻ പോകണോ? ആവൂല. നീ നാളെ ഒന്ന് ഇന്ദ്രന്റെ വീട് വരെ പോകണം. അച്ഛൻ, ഞാൻ എങ്ങനെ അവിടെ കയറി ചെല്ലും? ഹാ, നാട്ടിലാകെ ആ വീഡിയോ പറയുന്നതിന്റെ കലിയിലാണ് ഇന്ദ്രനും അവന്റെ കുടുംബവും. അത് മാറ്റിയെടുക്കാനാ നിന്നോട് അവിടം വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞത്. നീ അവരോട് സംസാരിച്ച് അവരുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം. നാളെ തന്നെ ഞാനും അവിടം വരെ ഒന്ന് ചെന്ന് അവരെ കാണുന്നുണ്ട്.
ചിട്ടി നമ്പർ 1226 ഗിരീശൻ ശങ്കരൻ 15. ചിട്ടി നമ്പർ 2726 ശൈലജ. സുനിൽകുമാർ 26. പുഷ്പകുമാരി 27. ചിട്ടി നമ്പർ 5 തുക 25 ലക്ഷം രൂപ. ലേലം തുടങ്ങുന്നു. മിനിമം ഡിസ്കൗണ്ട് 1 ലക്ഷം കഴിഞ്ഞ് ലേലം തുടങ്ങാം. 1 ലക്ഷം. ഒന്നര ലക്ഷം. 2 ലക്ഷം. ദേവരാജൻ 2 ലക്ഷം വിളിച്ചിരിക്കുന്നു. രണ്ടേകാല്. ഗിരി 2.25 വിളിച്ചിരിക്കുന്നു. 2.5 ലക്ഷം. മൂന്ന് ലക്ഷം. 3 ലക്ഷം ഗിരി. 3.25. 4.25. 4.50. ഏട്ടാ 4.75. ഇങ്ങനെ തുക കുറച്ച് ലേലം വിളിച്ചോണ്ടിരുന്ന ഒടുവിൽ ഗിരിയേട്ടന് എത്ര തുകയാ കൈ കിട്ടുക? ഇത് നഷ്ടത്തിലേക്കാണല്ലോ പോകുന്നത്. ഗിരിയേട്ടൻ എന്താ അത് ചിന്തിക്കാത്തത്?